ഹലോ. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് തുടങ്ങണം കേട്ടോ. രാവിലെ തന്നെ അങ്ങോട്ട് തുടങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കല്യാണമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ ആഴ്ചയും കല്യാണം കൊണ്ട് വെറുപ്പിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലീനിങ്ങിനൊക്കെ പറ്റിയ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. എന്താണ് പറഞ്ഞാൽ ആർക്കും തിരക്കില്ലാത്ത ദിവസമാണല്ലോ. അപ്പോൾ പണികളൊക്കെ മെല്ലെ കഴിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച. അപ്പോൾ ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുക ഞായറാഴ്ചയാണ് കേട്ടോ. ക്ലീനിങ് ചെയ്യാനുള്ള ദിവസം ഞായറാഴ്ച അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിരിക്കുക കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം തുടക്കൽ പറഞ്ഞപ്പോൾ സ്കൂളുള്ള ദിവസമൊക്കെ നേരത്തെ അതങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. അപ്പോൾ ഇല്ല പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലുള്ള ദിവസം നമ്മൾ ഈ പൊടി തട്ടാനും മാറാമല തട്ടാനും ഒക്കെ നിന്ന് പറഞ്ഞാൽ പണി അങ്ങോട്ട് പാളും കേട്ടോ. ഇനിയിപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് വെച്ചാൽ അടുക്കളയിലൊക്കെ പണിയൊക്കെ തീർന്ന് വരുമ്പോൾ സമയമൊന്നും ആവില്ല. ഏകദേശം ഒരു 11 മണി അത്രേ ഉള്ളൂ അടുക്കളത്തെ പണിയൊക്കെ തീരാൻ. പക്ഷെ അങ്ങനെ എന്താണ് ഒരു മടി പിടിക്കും. ഇതാകുമ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചതും എല്ലാം അങ്ങോട്ട് ക്ലീനാക്കി അങ്ങോട്ട് തുടച്ചിട്ടാ അതിലും വലിയൊരു സുഖം വേറെ ഇല്ല അല്ലേ. അപ്പോൾ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ തോനെ പൊടികളായി പൊടി മാറാമേലൊക്കെ ആയിട്ട് തട്ടാൻ നിന്ന് എനിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ തന്നെ തുമ്പലുമൊക്കെ ഞാൻ ഇക്ക എപ്പോഴും പറയും കേട്ടോ, ഏതാണ് ഇങ്ങനെ എന്താണ് പൊടിയൊക്കെ തട്ടുമ്പോൾ മാസ്ക് ഇട്ടിട്ട് നിൽക്കുക, ഡോക്ടർ നിൻ്റെ ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്ക കണ്ടിട്ടില്ല. ഇക്ക അവിടെ ഉറങ്ങുക കേട്ടാ. കണ്ട് പറഞ്ഞാൽ അതിന് എന്തായാലും ചെയ്ത പറയാം. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ എളുപ്പപ്പണിക്ക് എന്ത് ചെയ്യും, വേഗം ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആക്കി അങ്ങോട്ട് പൊടിയൊക്കെ തട്ടിയൊക്കെ ആക്കും. അപ്പോൾ ഈ അലർജി ഉള്ളവർ നല്ല ശ്രദ്ധിക്കണം. പിന്നെ കാലിലും അതേപോലെ തന്നെ കേട്ടോ. ഈ പൊടി തട്ടിയ കാലിൽ ഭയങ്കര അലർജിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അധികം അങ്ങോട്ട് മെനക്കെടാ അങ്ങനെ അങ്ങോട്ട് പൊടിയൊക്കെ കൂടുന്ന മുമ്പ് തന്നെ ഞാൻ ഒക്കെ ഒന്ന് റെഡിയാക്കാൻ നിൽക്കും കേട്ടോ. എന്താണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഈ പൊടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഞായറാഴ്ചയും ഇതിന് ഈ ക്ലീനിങ്ങിന് വേണ്ടി ഒരുങ്ങാൻ നിന്നാൽ അപ്പോൾ ഓരോ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ച അങ്ങനെ തട്ടിമുട്ടി പോയിട്ടോ. അപ്പോൾ ഇന്നും ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്. പക്ഷെ എന്തായാലും ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ടേ ഇരിക്കുള്ളൂ. ഇപ്പോൾ ജനലിൻ്റെ കമ്പികളിലൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ആയി നിൽക്കണു. അപ്പോൾ മഴയും കൂടിയല്ലേ, അല്ലെങ്കിൽ അപ്പോൾ ആ പൊടി തട്ടിയും കൊണ്ടൊന്ന് പൊടി തട്ടി ആ പൊടിയൊക്കെ അങ്ങോട്ട് വന്നോളും. ഇതിപ്പോൾ മഴയും കൂടി ആയപ്പോൾ ആ ഒരു തണുപ്പും അതിൻ്റെ ആ പൊടിയും ഒക്കെ പാടെ ആ കമ്പികളിലൊക്കെ ഇങ്ങനെ നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു തുണി കൊണ്ട് നല്ല നനച്ച തുണി കൊണ്ടൊന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് തുടച്ചെടുത്ത് അവിടെ അങ്ങോട്ട് ക്ലീനായി കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ജനലുകളും വാതിലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാവും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേഗം കമ്പികളിലൊക്കെ അങ്ങനെ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും തോന്നൂല. പക്ഷേ എടുത്തു നിന്ന് കണ്ട് പറഞ്ഞാൽ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ആയിക്കണു. അപ്പോൾ മെല്ലെ ഒന്ന് ആസ്വദിച്ച് ചെയ്യാമല്ലോ. ഇന്ന് പിന്നെ ഞായറാഴ്ച ആണല്ലോ. അപ്പോൾ നല്ല ആസ്വദിച്ച് ചെയ്യാമെന്ന് മട്ട് നിന്നൊരു പണിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇന്നിപ്പോൾ 9:30 വരെ ഉണ്ട് എന്താണ് മദ്രസക്ക് പോയി. ഇപ്പോൾ ഒരു 7:30 അവർ പോയിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 9 മണി 9:30 ആയിട്ടേ അവർ വരുള്ളൂ. അപ്പോൾ അത്രയും സമയം കിട്ടും. ഈ കുട്ടികൾ വന്നാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്താണ് പറഞ്ഞാൽ അതേനെ നടക്കരുത് ഈ പൊടിയൊക്കെ അതായത് ഓരോ ഭാഗം ക്ലീനാക്കി അവിടെയൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് അപ്പം തന്നെ പോകുന്നു പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം വരില്ല അല്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാട്ടാ. ഒരു ഭാഗം അങ്ങോട്ട് ക്ലീനാക്കി അവിടെ അടിച്ച് തുടച്ച് അങ്ങോട്ട് വരും. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സെറ്റിൻ്റെ മേലെ കൂടെ അതായത് അല്ലൂസ് അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ അങ്കുട്ടൻ അവൻ അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ അതന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇത്. പിന്നെ നമ്മുടെ ഈ സെറ്റുകളിലൊക്കെ നല്ല വാറാമലയും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല തുണി നമുക്ക് നല്ലൊരു തുണി എടുത്തിട്ട് നന്നായി നനച്ച് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടച്ചെടുത്താണ്ടല്ലോ നമ്മൾ ആ പൊടിയും മാറാമലയും ഒക്കെ അതിനോടൊപ്പം വരും കേട്ടോ. നല്ല ക്ലീനായി കിട്ടും കേട്ടോ. പക്ഷെ തുണി നല്ല പിഴിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് നനഞ്ഞ് ഒരുമാതിരി മണമൊക്കെ വരും. അപ്പോൾ നല്ല ഒന്ന് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടച്ചെടുത്താണ്ടല്ലോ അതിൻ്റെ പൊടിയും പിന്നെ മുക്കിലും മൂലയിലൊക്കെ ഈ പല്ലിൻ്റെ ഒന്നും പറയണ്ട എൻ്റെ മക്കളെ. പല്ലി ഭയങ്കര ശല്യാട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ അങ്ങോട്ട് പല്ലി അങ്ങോട്ട് കാഷ്ടം ഇട്ടിട്ട് അങ്ങോട്ട് എരപ്പാക്കി വെച്ചിക്കണമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി അതോ നമ്മളിപ്പോൾ എന്നിപ്പോൾ ഇതിപ്പോൾ ഇത്തിരി ഭാരമുള്ള സെറ്റിയൊക്കെ ആയതുകൊണ്ട് എന്നിപ്പോൾ അങ്ങോട്ട് നീക്കി അങ്ങോട്ട് ഇട്ട് പറഞ്ഞാൽ
ഈ നിലത്ത് ഇങ്ങനെ വരകളൊക്കെ വീഴുമല്ലോ ടൈലിൽ. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ നീക്കി അവിടെയൊക്കെ ഒന്ന് വാറാൻ മതി. അപ്പോൾ എന്നിപ്പോൾ ഈ കനമുള്ളത് കൊണ്ട് അത് ഇങ്ങോട്ട് തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണത് ഒരു പണിയാണല്ലോ. അപ്പോൾ ആ പല്ലി അവിടെ കപ്പിയിട്ട് അങ്ങോട്ട് അലാക്കാക്കി വെച്ചിരിക്കണു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ അപ്പം തന്നെ തുടച്ചെടുത്തിട്ടാണ് പിന്നെ ആ സെറ്റിൽ അങ്ങോട്ട് നീക്കുക. പിന്നെ ഇത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെറ്റ് കേട്ടോ. എന്താണ് പറഞ്ഞാൽ വേഗം പണി അങ്ങോട്ട് തീർന്നോളും. വേഗം അങ്ങോട്ട് മാറാമലൊക്കെ ഇങ്ങനെ തട്ടാനും ഒക്കെ നല്ല സുഖം കേട്ടോ. പിന്നെ അങ്ങോട്ട് നനഞ്ഞ ഇടയിലിടയിൽ തുണിയിൽ നമ്മൾ ഈ ചളിയൊക്കെ അങ്ങോട്ട് വെള്ളത്തിലാക്കിയിട്ട് കളഞ്ഞിട്ട് വേണം തുടച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ചളി കൂടെ ഈ ഇതിലൊക്കെ ആയിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്ന് പോയി പിഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വെക്കുക കേട്ടോ. അത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് നല്ല സുഖം കേട്ടോ. വേഗം ഈ സെറ്റിൻ്റെ പണി വേഗം എനിക്ക് സിമ്പിളായി തീരും കേട്ടോ. അപ്പോൾ പിന്നെയും നമ്മുടെ എന്താണ് ഇവിടെ നമ്മുടെ അവിടെ വല ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. എന്താണ് പറഞ്ഞാൽ കാക്കൻ്റെ ശല്യം നല്ല ഉണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞാൽ കാക്ക എന്നും തുണികളൊക്കെ നമ്മളൊക്കെ തിരുമ്പിയിട്ടിട്ട് ഇപ്പം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പം വന്നിട്ട് അങ്ങോട്ട് അപ്പിയിട്ട് വെച്ച് അലാക്കാക്കും കേട്ടോ. അപ്പം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ ക്ഷമിച്ചു കേട്ടോ. ഈ മഴക്കാലമായപ്പോൾ കാക്കകൾ കംപ്ലീറ്റ് നമ്മുടെ ടെറസിൻ്റെ മേലെ തുണികളിലൊക്കെ ഇനിയിപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അതും ഇടും. അങ്ങനെ തുണികൾക്കൊക്കെ ഭയങ്കര ശല്യമൊക്കെ ആയി. ഒന്നാമത്തത് ഈ മഴക്കാലത്ത് തുണി ഉണങ്ങാണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെങ്ങനെ ഉണക്കി എടുക്കണ നമ്മുടെ പാട് സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ കാക്കൻ്റെ പണി ഇതും. അപ്പോൾ എന്ത് ചെയ്തു അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് നെറ്റിട്ട് വെച്ചു കേട്ടോ. ഷീറ്റിട്ട് അവിടെ കംപ്ലീറ്റ് അങ്ങോട്ട് നെറ്റിട്ട് വെച്ച്. ഇപ്പോൾ കാക്കകളൊന്നും വരണില്ല. അതൊരു സമാധാനം അയക്കണു. പിന്നെ നമ്മുടെ ഈ വാതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായി ഇടയിലൊക്കെ ഇങ്ങനെ പൊടിയും വാറാമലയൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഡെയിലി ഇങ്ങോട്ട് ഓടിച്ചങ്ങോട്ട് കൊണ്ടുപോകുകയല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചാൽ അവിടെ പണികളൊക്കെ ചടപടേന്ന് കഴിയും. അപ്പോൾ അങ്ങനെ ഇടയിലൊക്കെ നല്ല അത്യാവശ്യം അങ്ങോട്ട് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ധൃതി പിടിച്ചിട്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും വിരലിന്. അപ്പോൾ ഇങ്ങനെ മെല്ലെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളിപ്പോൾ 9:30 വരിക. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ പണിക്ക് അങ്ങോട്ട് നിന്നതാണ്. ഇനിയിപ്പോൾ വന്നാലുണ്ട് രണ്ടിൻ്റെയും ഓരോ പരുവവും പറച്ചലും. മഴ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ എന്നൊക്കെ ഒരേ വായടിക്കലും ഇതാക്കി കിട്ടാം. പിന്നെ ഇപ്പം മിക്കവാറും അവർ താഴെ വന്നിരിക്കും കേട്ടോ. എന്നിട്ട് ഫോണൊന്നുകൊണ്ട് മിക്കവാറും ഇതന്നെ നടക്കണത്. ഫോണൊന്നുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുക, ഇതന്നെ നടക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുരുവിയല്ല കേട്ടോ, ഒരു കിളി. എനിക്ക് അതിൻ്റെ പേരോ ഒന്നും അറിയില്ല കേട്ടോ. എന്നാൽ അല്ലാണ്ട് അങ്ങോട്ട് വലിപ്പമില്ല, എന്നാൽ അല്ലാണ്ട് അങ്ങോട്ട് ചെറുതുമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു കിളിയമ്മ നമ്മുടെ അവിടെ അത് നിൽക്കാൻ്റെ അനിയൻ്റെ റൂമാട്ടോ. അവിടെ ഫാനിൻ്റെ മേലായിട്ട് കൂട് കൂട്ടിയിരിക്കണ്. ആ കൂട് കൂട്ടിയിട്ട് എന്താണ് അതിന് മുട്ടൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ വീട് പണി നടക്കുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് അതിന് മുട്ടയെല്ലാം വിരിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ കുട്ടികളെയും കൊണ്ട് പറന്നു പോകും. പിന്നെ അങ്ങനെ ശല്യത്തിന് ഒന്നിനും വരില്ല കേട്ടോ. അതുമായി അതിൻ്റെ പാടായി അങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. എന്താണ് പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താമസമായിട്ട് പിന്നെയും വന്നിക്കണു. അതേപോലെ തന്നെ കൂട് കൂട്ടാൻ വേണ്ടി വന്ന് അവിടെ എന്താണ് കൂടൊക്കെ കൂട്ടി ആൾ സുഖമായിരിക്കണം. പിന്നെന്താ നല്ല മഴയല്ലേ വെളിയിലൊക്കെ അല്ലേ പാവങ്ങൾ. നമ്മളും ഇപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ ഇപ്പോൾ മഴ കൊള്ളാതെയും ഒക്കെ നോക്കണത് അതേപോലെ തന്നെ അല്ലേ കുരുവികളും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വൃത്തിയാക്കണില്ല കേട്ടോ. അവളുടെ കൂടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിളിമുട്ടകൾ എന്തെങ്കിലും താഴെ എന്തെങ്കിലും വീണ് പൊട്ടിയാൽ പിന്നത്തെ ദിവസമൊക്കെ അത് ആലോചിച്ചിട്ട് തന്നെയായിരിക്കും വിഷമം. അയ്യോ അത് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും വിഷമം. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്ക് ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ അവിടുത്തെ പൊടിയൊക്കെ തട്ടാലോ എന്ന് പറഞ്ഞിട്ടാണ്. അവളോ പറയും നമ്മളിപ്പോൾ ഇങ്ങനെ മെല്ലെ ഒന്ന് പോയി നമ്മുടെ എന്തെങ്കിലും ശബ്ദം കേട്ട് അപ്പം പറന്നു പോകും കേട്ടോ. എന്നിട്ട് അവിടെ മുമ്പിൽ
എന്താണ് നമ്മുടെ ലൈൻ ഉണ്ടല്ലോ, പോസ്റ്റിൻ്റെ ലൈന്, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളൊന്ന് മാറാൻ സമയത്ത് അങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും കേട്ടോ. അത് കാണാനും ഒക്കെ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം വാതിലൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ കാക്കച്ചിയമ്മനെ നമ്മളെ ഇടങ്ങറാക്കിയൊക്കെ കാണിച്ചു തരണോ. അപ്പോൾ ഇതാണ് ആ നെറ്റ് കേട്ടോ. കംപ്ലീറ്റ് അങ്ങോട്ട് നെറ്റൊക്കെ ഇട്ട് അവിടെ ആകാശത്ത് നല്ല ഇനിയും മഴയൊക്കെ പെയ്യുന്നതാ കണ്ടോ. ഇതാ കണ്ടോ, എത്ര വൃത്തിയാക്കിയാലും ഇതൊക്കെ തന്നെയാണ് കാക്കൻ്റെ മഹാശല്യം. ഇതൊക്കെ കാണണം. കുറേയൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇരുന്ന് ഇനി അങ്ങോട്ട് വിട്ടാൽ പറ്റില്ല കേട്ടോ ഈ വല ഇട്ടത്. അപ്പോൾ എന്താണ് മിണ്ടാതെ ഞങ്ങളെ ഇടങ്ങറാക്കാണ്ടിരുന്നാണെങ്കിൽ ഈ പണി അവർക്ക് ഉണ്ടോ അല്ലേ. എന്ന തുണികളിലും പിന്നെ അവർക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ അല്ലേ, അത് നമ്മൾ കാണണല്ലോ. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് അവിടെ ഞാനീ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആയിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഇട്ട് എന്താണ് ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് എന്താണ് തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് കിളിയമ്മനെ പോയി നോക്കാം കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാ അവളാണ് കേട്ടോ കിളിയമ്മ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പോയി കക്ഷി അവിടെ പോയി ഇരിക്കുക കേട്ടോ. അതാ കണ്ടില്ലേ കൂട്, അതിൽ കിളിമുട്ടകളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് പോയാൽ അവൾ പോരും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് കല്യാണത്തിന് പോട്ടെ കേട്ടോ.